ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴും പറയുന്ന പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ഒരാളും ആക്ഷൻ എടുക്കാൻ നിൽക്കരുത്. ഇത് കാണുന്ന എല്ലാവരുടെയും റീഡിങ്ങും എനർജിയും തന്നെയാണ്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് റൊമാൻറ്റിക് മെസ്സേജസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങൾ അറിയേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. We have is it safe for you to love. ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് എന്നുള്ളൊരു കാർഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. വെരി സൂൺ എന്നുള്ളൊരു കാർഡ് ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, സ്റ്റേ ഒപ്റ്റമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് എന്നുള്ളൊരു കാർഡാണ്. അതായത് ഈ ഒരു പേഴ്സണെ തന്നെ വേണോ, അല്ലെങ്കിൽ എനിക്കിത് വേണ്ട, വേറൊരു പേഴ്സണെ മതി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു പേഴ്സണെയും വെയിറ്റ് ചെയ്ത് നിങ്ങൾ പുതിയൊരു എനർജി ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. അവിടെ നിങ്ങൾ സ്റ്റെക്നെസ് ആവുന്നേ ഉള്ളൂ. ആ ഒരു നിങ്ങൾക്കത് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് രണ്ടും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ചിലപ്പോൾ പോകും. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യുവർ റൊമാൻസ്. പോസിറ്റീവ് ഒരു സിറ്റുവേഷനിൽ ഒരു പേഴ്സണെ വേണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂ എനർജിയെ വേണമെന്നാണെങ്കിൽ അങ്ങനെയും ചിന്തിക്കാവുന്നതാണ്. ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ സിറ്റുവേഷൻ കൂടുതലായിട്ട് അറിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു കാർഡ് എന്ന് പറയുന്നത് ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് ടു ഗീവ് ആൻഡ് റിസീവ് ഓൾ ദ ഹയസ്റ്റ് എനർജി ഓഫ് ഗോഡ്. അതായത് പാസ്റ്റിലെ എനർജി നിങ്ങൾക്ക് വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തതെങ്കിൽ നിങ്ങളൊരിക്കലും എനിക്കിതൊന്നും വിധിച്ചല്ല എന്നുള്ള രീതിയിൽ ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ രണ്ടെന്നൊന്നും നടക്കട്ടെ എന്നൊന്നും മാനിഫെസ്റ്റ് ചെയ്തേക്കാം എന്നുള്ള രീതിയിലൊന്നും വിചാരിക്കരുത്. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആഗ്രഹിക്കുമ്പോൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പ്രണയത്തിന്, ഈ ഒരു സ്നേഹത്തിന് ഡിസേർവ്ഡ് ആണ്, ഈ ഒരു വ്യക്തിയിൽ നിന്നും എനിക്ക് കിട്ടിയ എല്ലാത്തരം സ്നേഹത്തിനും നന്ദി എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് അഫർമേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർഗിവിങ് ആൻഡ് ലേണിംഗ്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ തന്നെ വേണം എന്നാണെങ്കിൽ അവിടെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ചിലപ്പോൾ മറക്കേണ്ടതായിട്ട് വരും. മറക്കാത്ത അല്ലെങ്കിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ മറന്നിട്ട് വീണ്ടും മുന്നോട്ട് പോയി വീണ്ടും ടോക്സിസിറ്റിയിലേക്ക് പോകണം എന്ന് ഞാൻ പറയില്ല. അങ്ങനെയുള്ളവർക്കാണ് പുതിയൊരു ഓപ്ഷൻസ് ഉള്ളത്. അല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം ടോക്സിസിറ്റി കാണിക്കുന്നുണ്ട്, എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയെ തന്നെ സംശയിക്കുന്ന രീതിയിലുള്ള ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞ് വെരി സോൺ എന്നുള്ള ഒരു രീതി കുറച്ച് ആൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്ത് എന്നുള്ളതിലൊരു ക്ലാരിറ്റി, പെട്ടെന്നൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഈ ഒരു ടൈം നല്ല രീതിയിൽ പവർഫുള്ളായിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അങ്ങനെ മാനിഫെസ്റ്റേഷനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അതിനുള്ള ചേഞ്ചസ് എന്തായാലും ഉണ്ടാവും. ഒരുപാട് നാളുകളൊക്കെ ആയി അല്ലെങ്കിൽ കുറച്ച് നാളെ ആയിട്ടുള്ളൂ എങ്കിൽ പോലും അതിനുള്ള മാറ്റം നിങ്ങളിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. We have 10 of Swords, the 5 of Cups, 7 of Cups, Ace of Pentacles. തീർച്ചയായിട്ടും ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു വ്യക്തി തന്നെ ആയിരിക്കാം. നിങ്ങൾക്കും ഉണ്ടാകാം, അതുപോലെ തന്നെ ആ ഒരു പേഴ്സണും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ ആ ഓപ്ഷൻസിന് നേരമൊന്നും അല്ല ഇപ്പം നോക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കടന്നു പോയ സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ഒരു ടൈം നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ. ഇനിയിപ്പം അതുപോലെ ഒരാളെ വേറെ കിട്ടുമോ എന്നുള്ളതിനേക്കാളും എന്തുകൊണ്ട് ആ ഒരു പേഴ്സണെ തന്നെ എനിക്ക് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നൂടാ എന്നുള്ള തോട്ടൊക്കെ പലരുടെയും ലൈഫിലുണ്ട്. ഒന്ന് മാറി നിൽക്കുമ്പോഴാണ് ചിലവരുടെ വില പലരും അറിയുന്നത് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ച് എടുത്ത് ചാടി എന്താ പിന്നെ ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കുക. ചിലവരുടെ മെസ്സേജ് പലരും കാത്തു നിൽക്കുന്നതിൽ എന്നെയും കാത്തു നിൽക്കുന്നുണ്ടെന്ന് വെച്ച് മെസ്സേജ് അയക്കാനും നിൽക്കരുത്. നിങ്ങൾ നോ കോൺടാക്റ്റ് ആണെങ്കിൽ അത് കീപ്പപ്പ് ചെയ്ത് പോവുക. ആ ഒരു ഭാഗത്ത് നിന്ന് ആക്ഷൻ വരേണ്ടത് അവർ മനസ്സിലാക്കി ഈ ഒരു റിയലൈസേഷൻ പീരീഡാണ്. ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ക്ലാരിഫൈ ചെയ്ത് നോക്കാം. 10 of Swords, 10 of Cups, completion, Lovers card, King of Cups, 7 of Cups is explained by നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയത് ദ നൈറ്റ് ഓഫ് സോഡ് ആണ്. ഓക്കെ,
അപ്പോൾ ആദ്യം തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം ഈ ഒരു വ്യക്തിയുമായിട്ട് ഫാമിലി ആയിട്ട് കഴിഞ്ഞു പോയവരോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് നിൽക്കണം എന്നാഗ്രഹിച്ചവരോ ആയിരിക്കാം ഒരു ലവേഴ്സ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളായിരുന്നു. എന്നാൽ പോകെ പോകെ ഇവിടെ ഈ ഒരു വ്യക്തി തന്നെ ഒരു ഡിസ്റ്റൻസ് പാലിച്ച പോലെ എന്നുള്ള രീതിയിലൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ടാകാം. ചിലപ്പോൾ ആദ്യ അവോയ്ഡൻസ് ഒന്നും നിങ്ങൾ വലിയ രീതിയിൽ കാര്യമൊക്കെ എടുത്തിട്ടില്ല. പിന്നെ പോകുമ്പോഴാണ് ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഓരോന്നും നിങ്ങൾ അല്ലെങ്കിൽ കണ്ടറിയാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം അപ്പോഴൊന്നും അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്ന കൈൻഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഒന്നും വിട്ട് പറയാത്ത പലപ്പോഴും ഒരു ഹൈഡിങ് സ്വഭാവമുള്ള ഒരു നേച്ചറുള്ളൊരു വ്യക്തിയെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് ഒരു സിറ്റുവേഷനിൽ വിട്ടിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് വേറൊരു പേഴ്സണിലേക്ക് കുറച്ച് എനർജി പോയതാകാം, അങ്ങനെയും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു വ്യക്തി വിചാരിക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പോകുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കൂടെ, ഞാൻ എന്തിന് നിങ്ങളുടെ അടുക്ക വരണം. വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം അല്ലേ, ഈ ഒരു സിറ്റുവേഷനിൽ രണ്ട് സൈഡിലും അല്ലെങ്കിൽ എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുള്ളൂ. പക്ഷേ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് എപ്പോഴും എഫേർട്ട് എടുത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുക, അതാണ് ആ ഒരു വ്യക്തിയുടെ ആഗ്രഹം. എന്നിട്ട് എന്താണ് ചിലപ്പം ഫ്രണ്ട്സിനോടൊക്കെ പറയാം അവൻ വന്നു അവൾ വന്നു എന്നുള്ള രീതിയിൽ അവൻ വീണ്ടും വന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു തരം വ്യക്തികളെ എനിക്കിവിടെ കാണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്നെ വിട്ടു പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ വീണ്ടും തിരിച്ചു വന്നത്. ആ ഒരു രീതിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമൊക്കെ പലരെയും, അതൊക്കെ ടോക്സിക്സിൻ്റെ ഒരു ഭാഗമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനും സ്ഥാനം ഉണ്ടാവില്ല. ചില സൗന്ദര്യ പിണക്കമൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ പോലും ഇവിടെ എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ നിങ്ങളെപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുക, അതാണ് ലക്ഷ്യം. അല്ലാണ്ട് അവരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള എഫേർട്ടൊന്നും ഇല്ല. അവർക്ക് ഫ്രീ ആകുമ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ടാവും, വിളിക്കുന്നുണ്ടാവും. അല്ലാത്ത സമയത്തൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല. നിങ്ങളൊരു ഓപ്ഷണൽ പോലെ ട്രീറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം നിങ്ങൾ പലരും ഒരു നോ കോൺടാക്റ്റിനുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി കാണിക്കുന്നുണ്ട്. കുറച്ച് പേരുടെ എനർജി അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പെർമനൻ്റ് ആയിട്ട് ഒരാൾ വരുമോ അല്ലെങ്കിൽ ഞാനല്ലാതെ വേറൊരാൾ ഉണ്ടാവുമോ എന്നുള്ള തോട്ടൊക്കെ നിങ്ങളുടെ മൈൻഡിലും ഉണ്ടാവുന്നുണ്ട് ചില സമയത്ത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇനി ആ ഒരു വ്യക്തിയുടെ എനർജി എന്താണെന്നുള്ളത് നോക്കാം. ഒരുപാട് അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരുടെ ലോങ് ഡിസ്റ്റൻസ് USA UK അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസ് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഇതൊന്നും ഇതൊക്കെ കുറേയൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഉപേക്ഷിച്ച് പോയാലും പിന്നെ ആ ഒരു വ്യക്തിക്ക് അതിന് പറ്റാത്ത രീതിയിൽ ഒരു ഫെമിനൈൻ എനർജി വളരെയധികം, ഇത് കാണുന്നത് ഫെമിനൈൻ ആണ്, നിങ്ങളൊരു സ്ത്രീയാണ്, അങ്ങനെ നിങ്ങളുടെ എനർജി ഇപ്പോൾ വളരെയധികം പവർഫുള്ളായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനൊക്കെ നിങ്ങൾക്ക് ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടേത് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളിപ്പം ആണുങ്ങളാണ്, നിങ്ങളുടെ ഫെമിനൈൻ വളരെയധികം പവർഫുള്ളായിട്ടുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റോക്കിങ്, നിങ്ങളെ മിസ് ചെയ്യുക, ആ ഒരു രീതിയിലുള്ള എനർജിയൊക്കെ വളരെയധികം എടുത്ത് കാണിക്കുന്നുണ്ട്. പാസ്റ്റ് എന്നിട്ട് ഉപേക്ഷിച്ച് പോയാലും നിങ്ങൾ വേണം അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു, പക്ഷേ ഒരിക്കലും അതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും നിങ്ങളെയാണ് ആ ഒരു വ്യക്തി നോക്കുന്നത്. ഒരു ആക്ഷനേക്കാൾ കൂടുതൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വീണ്ടും അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. ഇനി വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത് കൂടി നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടോ? 7 of Wands. ഓക്കെ, ഇതൊരു റിയലൈസേഷനാണ്. കാരണം ഇവിടെ നിങ്ങളോട് ഒരുപാട് പാഷനുണ്ട്. കാരണം അത്രമേൽ ഒരു മെമ്മറീസ് ഇപ്പം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് നാളുകളുടെ കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഫീൽ ചെയ്യുന്നുണ്ടാകാം. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓർമ്മകൾ, നിങ്ങളോടുള്ള ഓർമ്മകൾ, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ്, ചിലപ്പോൾ അത് നേരിട്ട് കാണുന്നതന്നെ ഇല്ല, അത് ഫോൺ കോളോ അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി എന്തും തന്നെ ആയിക്കോട്ടെ, അതിപ്പം ഓൺലൈനായിട്ടായിരിക്കാം. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. കാരണം നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒരു 3 or 5
8 9 മാസമൊക്കെ 2 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു വിവരവുമില്ല, അല്ലെങ്കിൽ വേറൊരാൾ വഴിയൊക്കെ കുറച്ച് പേര് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ എന്ന് പറയുന്നത് ഒരു മാരേജ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വ്യക്തിക്ക് അറിയാം. നിങ്ങൾ എന്തായാലും ആ ഒരു വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല, അതിന് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ ഒരു വ്യക്തി നിങ്ങളെ എത്രത്തോളം ഉപേക്ഷിച്ച് പോകാൻ ശ്രമിക്കുന്നു അത്രത്തോളം അടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ശക്തി ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. അതുതന്നെയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്പാർക്ക് പോലെ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ. കാരണം പാഷനായിട്ടും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അഡിക്ഷൻസും ഉണ്ട് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ഇട്ടേച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ള രീതിയിൽ വ്യക്തി മനസ്സിലാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് പേരെ സംബന്ധിച്ച് ഫാമിലി ഒരു പ്രോബ്ലമായിട്ട് മാറുന്നുണ്ടാകാം. കാസ്റ്റ്, റിലീജിയൻ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെയും അല്ലെങ്കിൽ അത് നടക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഏജ് ഗ്യാപ്പ് നല്ല രീതിയിൽ ഉണ്ടാകും. ഒരു 5 6 അങ്ങനെ ഒരു ഏജ് ഗ്യാപ്പൊക്കെ ഉണ്ടാവാം. കുറച്ച് പേരുടെ മാത്രമേ സിമിലർ ഏജ് ആയിട്ടുള്ള രീതിയിൽ കാണിക്കുന്നുള്ളൂ. എടുത്ത് കാണിക്കുന്ന എനർജീസ് ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായും ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് പേര് ഇവിടെ ഉപേക്ഷിച്ച് പോയത് എന്നുള്ളത്. നിങ്ങളുടെ വാക്കുകളൊന്നും കേൾക്കാതെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോയതായിട്ടുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ഒരു ടൈമിൽ, നോ കോണ്ടാക്ട് ടൈമിൽ ആ ഒരു വ്യക്തിയുടെ തോട്ട് എന്താണ്. കംപ്ലീറ്റ് ലെറ്റ് ഗോ ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നോക്കാം. We have 3 cards: Ace of Swords, the 3 of Swords, Knight of Cups, okay, and the 3 of Pentacles. Bottom of the deck, 4 of Cups. എന്ത് തന്നെ ഹേർട്ട് ബ്രേക്ക് ഉണ്ടെങ്കിലും വീണ്ടും ദ കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്ത് മെല്ലനെ വളരെ സ്ലോ എനർജിയാണ്, ബട്ട് സ്റ്റിൽ ആ ഒരു ഹോപ്പ് ആ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ദ നൈറ്റ് ഓഫ് കപ്സും ദ 3 ഓഫ് പെൻഡക്കിൾസ് ഒരുമിച്ച് കിട്ടുക എന്നൊക്കെ പറയുന്നത് ആ ഒരു പാർട്ട്ണർഷിപ്പിനെ കാണിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. എപ്പോഴും അതങ്ങനെ ആവണമെന്നില്ല, ബട്ട് സ്റ്റിൽ ഈ ഒരു കണക്ഷനിൽ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഏസ് ഓഫ് സോഡും 3 ഓഫ് സോഡും ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് ഹേർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനുള്ള ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതൊന്നും വ്യക്തിക്ക് അറിയില്ല, ബട്ട് സ്റ്റിൽ ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങളെ ഹേർട്ട് ചെയ്ത രീതിയിലും ഒരു സിറ്റുവേഷനാണ് എന്നെക്കൊണ്ട് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ വേറൊരാളാണെങ്കിൽ പോലും ചിലപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾക്കും ചിലപ്പം ഒരുപാട് ഓർമ്മകൾ ആ ഒരു പേഴ്സണെ കുറിച്ച്, നിങ്ങൾ എത്ര കോണ്ടാക്റ്റ് ഇല്ലയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വല്ലാണ്ട് ഉണ്ടാവുന്നുണ്ടാവാം. അതൊരു നിങ്ങൾ തമ്മിലുള്ള ഒരു എനർജി കണക്ഷൻ തന്നെയാണ് എന്നുള്ളത് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, വ്യക്തി ആഗ്രഹിക്കുന്നതും ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. നേരത്തെ നമുക്ക് 4 ഓഫ് വൺസും കിട്ടിയ ഒരു മാരേജ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. We have 9 of Pentacles, 9 of Swords, the Chariot, the 10 of Cups. Okay. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ഫാമിലിയും വാൺ ചെയ്തിട്ടുണ്ടാവും ഇനി ആ ഒരു പേഴ്സണുമായിട്ടൊരു കോണ്ടാക്റ്റ് വേണ്ട, അല്ലെങ്കിൽ അത് കൂടുതലും അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ടായിരിക്കാം നിങ്ങളെ ഫാമിലി പറഞ്ഞിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിൽ ആ ഒരു വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരിക്കലും ഡബിൾ മൈൻഡ്, നിങ്ങൾക്ക് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്, ഒപ്പം ആ ഒരു പേഴ്സണും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും ഫോൾഡ് ചെയ്ത് പിടിച്ച് നിങ്ങൾ 9 ഓഫ് സോഡ് വളരെയധികം കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടോ നിങ്ങൾ തമ്മിലൊരു 9 എന്നുള്ള ഒരു 9 ഇയേഴ്സോ അല്ലെങ്കിൽ 9 ഇയേഴ്സ് കാണാണ്ട് നിൽക്കുന്നുള്ള രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. ഒരു 9 മന്ത് ഗ്യാപ്പ് അല്ലെങ്കിൽ 9 ഇയേഴ്സ് ഏജ് ഡിഫറൻസൊക്കെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ബർത്ത്ഡേ ഒരു 9 എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. സെപ്റ്റംബർ മന്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ചിലപ്പോൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങളെ പേഴ്സൻ്റെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ മന്തോ ഒക്ടോബർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്.
ജനുവരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജൂൺ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ദിവസമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ പാകത്തിലുള്ള നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഇൻസിഡൻറ്റ് നടന്ന ഒരു ദിവസമായിരിക്കാം. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടേതായിട്ടുള്ള ഗ്രോത്ത്, പേഴ്സണൽ ഗ്രോത്തിന് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കഡ് ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി ഒരിക്കൽ ഡബിൾ മൈൻഡായിട്ട് നിൽക്കരുത്. നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും നിങ്ങളെ തേടി വരും. അതിപ്പോൾ പേഴ്സൺ ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾ വേറൊരു ഓപ്പർച്യൂണിറ്റി ഒരു പേഴ്സൺ വേണ്ടാന്നാണെങ്കിലും അത് നിങ്ങൾക്കാണ് നിങ്ങളുടെ സിറ്റുവേഷൻ കൂടുതലായിട്ട് അറിയുന്നത്. അപ്പം അതിൽ അനുസരിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിച്ച് നിൽക്കേണ്ട. ഇത് ഇങ്ങനെയാണെന്ന് വിചാരിച്ച് ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ വേറെ പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിനെ ഉപേക്ഷിച്ച് പോയി എന്ന് വിചാരിച്ച് ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്കും കൂടി ആ ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് അധികം കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. വ്യൂ ഫ്രം എ ബുക്ക്, അതന്നെ ഞാൻ പറഞ്ഞത്. കുറച്ച് ആൾക്കാർക്കെന്ന് പറയുന്നത് ഒരു വ്യക്തി പോയി എന്ന് വിചാരിച്ച് ഒരിക്കലും സങ്കടപ്പെടുകയൊന്നും വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഡിസേർവ്ഡ് ആയിട്ടുള്ള വ്യക്തി വരാനാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. മിസ്റ്റിക് ഹീലർ എന്നുള്ളൊരു ഒരു ക്വാളിറ്റിയുള്ള ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹീലിംഗ് എനർജി ഫ്ലോ ത്രൂ യു. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഹീലർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എന്താണ് ഹീൽ ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലം ഒക്കെ മാറ്റി നിങ്ങളുടെ പഴയ നിങ്ങൾ, ഹാപ്പിയുള്ള നിങ്ങൾ, സന്തോഷത്തോടെയുള്ള നിങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കാണുന്നതിന് മുന്നേയുള്ള നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് പറയുന്നത്. ഓക്കെ, ഗ്രൗണ്ടിങ് കാർഡാണ്. ഗോ ഡീപ്പ്, എക്സ്പ്ലോർ യുവർ റൂട്ട്സ്. അതായത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക. അതായത് നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ തേടി പോവുക. അതൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫൈനൽ കാർഡ് എന്ന് പറയുന്ന വോയേജ് ഓഫ് ദ ഹേർട്ട് എന്നുള്ളൊരു കാർഡാണ്. ലവ് ഫ്ലോ ത്രൂ യു ആൻഡ് ടു യു. നിങ്ങൾക്ക് ലവ് ചെയ്യാൻ, നിങ്ങൾ പ്രണയിക്കാൻ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, നിങ്ങൾ തന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ, നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കാൻ വേറൊരാൾ ആവശ്യം എന്താണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കാൻ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.